ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ ബൈത്തുകൾ മൂളുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടിലെ. രണ്ട് ഷർട്ട് എടുത്തു, ഒന്ന് മൊട്ടി അങ്ങനത്തെ കൊണ്ട് എത്ര വേണം? അവിടുന്നല്ല വേറെ എടുക്കരുത്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിപ്പോൾ നീച്ചിട്ടുള്ളൂ. ഞാൻ ഇന്നലെ കുഞ്ഞാമലകത്തിൽ ആ ചട്ടിയിലിട്ടാണ് ഇങ്ങനെ ഇളക്കാൻ പോയത്. പക്ഷെ ഇളക്കി നമ്മളെ ഊരനെ ഊപ്പാടിളക്കി. നട്സിലേക്കാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത്. ആടിലേക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓർഡർ പ്രകാരം സാധനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അല്ല ഞാനിഞ്ഞി അവിടെ ഉണ്ടാകും. തടിയോട് കച്ചവടത്തോളം ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരു 100 ചില്ലാൻ കൂട്ടുകാർ ഇപ്പൊ നിലയിൽ കൂട്ടി. അതിൽ കുറെ കൂട്ടുണ്ട്, കാരക്കൂട്ടുണ്ട്. അത് മനസ്സിലായി വരുമ്പോ ഒരു കൊല്ലാവും. അതാ പൊളിഞ്ച ചങ്ക്. പണ്ടത്തെ എങ്ങൾക്ക് പുഴയുള്ള പണ്ടത്തെ ലേഖത്തൊക്കെ എന്തൊക്കെയാ അങ്ങട്ടാട്ടി ഇങ്ങട്ടാട്ടി മറ്റേ ഉരുളാക്കിയാൽ ചോരുമക്ക് കുടിച്ചിന് അങ്ങനെ ഇതുണ്ടായിന്. അവർക്ക് അപ്പോഴും അതിൻ്റെ സമയമാവുക. അപ്പോൾ അത് വാങ്ങാൻ കിട്ടും. അത് വരെ ഇളക്കി കൊടുക്കുക തന്നെ വേണം. കഴിച്ച് നല്ല അതങ്ങളെ സമയം ചോരുമക്ക് ആയിക്കോട്ടെ ചോരുമക്ക് ഉച്ചാരാണ് അതങ്ങനെ ചോരുമക്ക് എറിഞ്ഞു കൊടുക്കുക. അന്നത്തെ കാലം അങ്ങനെ മണ്ണിന് ചോരുമക്കോ അത് മണ്ണിന്റെ വരാൻ ചുണ്ടില്ല. അപ്പൊ ആ എറിഞ്ഞാൽ വേണ്ട ചപ്പരങ്ങൾ അങ്ങനെ പറയണേക്കാം. ഞാനാണ് അത്ര പറയുന്നേക്കാൻ ഞാൻ തിന്നിക്കണം. അത് മേടിച്ചിക്കാണ്ട് തന്നെയാണ് തിന്നാൻ തിന്നിക്കണേ. മേടിച്ചിക്കാണ്ട് തിന്ന ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പൊ എല്ലാരും ആ ലേഖം വാങ്ങാം. ഉമ്മന്റെ ലേഖം പണ്ടത്തെ ലേഖമാണ്, അതൊക്കെ കഴിഞ്ഞു പോയിക്കണേ. ഒരു കുപ്പി നമുക്ക് കൊടുക്കുന്നതാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെ പിടിച്ചിട്ടുണ്ട്, പോയി കൊണ്ടുവരും. ഞാൻ ലേഖപ്പ് ഞാൻ തിന്നാലേ ആനക്കുട്ടി പോകണം ഇങ്ങനെ. ഞാൻ തിന്നല്ലോ അത് നിറം അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ. ഇനിയിപ്പോ അത് നോക്കുക. അത് ഇവിടെ നോക്കിയാൽ പോയി. ഇവിടെ കൊണ്ടുവരും കുട്ടി. അത് അയച്ചല്ലേ പോണം. അങ്ങോട്ട് കൊണ്ടുവരും. ഞാൻ മറ്റേ കുഞ്ഞാലിക്കുട്ടീൻ്റെ മാതിരിയാ ഒരു മൂലപ്പോ. ഇതാണ് ആ ലേഖ്യം പൊടിച്ചില്ലേ. അങ്ങോട്ട് കൊണ്ടുവരും. ഇതില് സക്കാത്തിന്റെ കാസില അമ്മ പറഞ്ഞോളേ. ഞാൻ അവിടെ കുടിയിലുണ്ട്, പറഞ്ഞോളേ. ചന്തപ്പോത്തെടുക്ക പോയിക്കണേ. ഞാൻ ചോദിച്ചോട്ടെ, വിളിച്ചോട്ടെ. ഒപ്പം അഞ്ചെടുത്തുണ്ടായിരുന്നു, രാവിലെ വരെ അഞ്ചെടുത്തിട്ടായിരുന്നു. ഇതാരെ സ്റ്റിക്കർ ഒട്ടിച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ്. ഞാൻ ചെറിയ വീഡിയോ എടുക്കട്ടെ പോയി. അതിൻ്റെ ഓരോ ഇതൊക്കെ ഞാൻ വിളിച്ചോക്കാം. ഞാൻ അഞ്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ. ഓൻ്റെ ഒപ്പം ഉണ്ടോ രാവിലെ? ഐസ് എന്തോ കാളൂട്ടുണ്ടോ അവിടെ ഉണ്ടോ പറഞ്ഞത്. മക്കളത് തുറക്കാൻ പോവാണ്, ഒന്നുകൂടി തുറക്കാൻ പോവാണ്. ഈ സാധനം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴേ വേഗം വരക അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇപ്പം ഇന്നലെ ഞാൻ പോയി. സുബഹാനല്ലാഹ്, അതിലെന്തൊക്കെ ഇട്ടൊക്കെ നിച്ചെന്നെ അറിയില്ല. നട്സ് ലേഖല്ലേ ഉണ്ടാക്കിയ വെറൈറ്റി ലേഖ ഉണ്ട്. ആടുലേഖം. ഇത് ആടുലേഖം. ഇത് തിന്നാല് തടിയില്ലാത്തവരുണ്ടല്ലോ, അപ്പോൾ ഒരു തടിച്ചു. ആടുലേഖത്തിനാണ് ഇപ്പം ഈ വിളിച്ചത്.
ആരോ എവിടെ ആ നാട്ടില പരിക്കത്ത് പിന്നെ ആക്കെ എപ്പോഴാ സാധനം എത്തിച്ചിട്ട് വിളിച്ച അത് വേറെ കസ്റ്റമർ താത്താക്ക് ഞാൻ അയച്ചു തരുന്ന കസ്റ്റമർ ഓനും വേണമല്ലേ ഓൻ തടില്ല അപ്പത്തേ ഞാൻ തിന്നോക്കുന്നുണ്ടോ തിന്നണോ തിന്നലമ്മ ഇമ്മാനോളെ ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാവും സ്നേഹത്തിന്റെ വേഗം അടക്കണം അപ്പോൾ അതിന്റെ ടേസ്റ്റ് പോസ്റ്റ് ആവുള്ളൂ ലീക്കിനെ പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് ആരാ വേണ്ട തരില്ല ഇത് ഞാൻ ഓർഡർ ചെയ്താണ് തിന്നണ നിൽക്കണേ പോണം ഉദ്ഘാടനം കഴിച്ചതായി അറിയിക്കുന്നു വെറ്റ് നടക്കുന്നവർക്കും അല്ലാതെ തടില്ലാതെ നടക്കുന്നവർക്കും രണ്ട് വിധ ലേഖം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ആടുലേഖം ഒന്ന് നെഡ്സ് ലേഖം. ഈ രണ്ട് ലേഖം ആടുലേഖം പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾക്കും നല്ല കെട്ട് പണിയെടുക്കുന്ന ആൾക്കാർക്കും പിന്നെ സുന്നത്തല്യാണം കഴിച്ചെടുക്കലാണ് നെഡ്സ് ലേഖം. കുട്ടികൾക്ക് പറ്റിയ സാധനമാണ് ഇതിൽ ഇതിലൊരു ആടുലേഖം കുട്ടികൾക്ക് നെഡ്സ് ബാക്കി എന്നിട്ട് അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാനെന്നോ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് ഉറങ്ങിയിട്ടില്ല ഇല്ല കാക്കുപ്പി അയച്ചിട്ടില്ല ഞാൻ അലങ്കും പലങ്കും കൂട്ടുക പോണല്ലോ കിട്ടില്ല ഞാനേ ചായ ഞാൻ കൊണ്ടോട്ടി പോണം അവിടെ പണിയുണ്ട്. നീ പിന്നെ ശനിയാഴ്ച മുട്ടയുടെ ഇത് മുട്ട രണ്ടാള് ഞാനും മാതാരിക്കാക്കി താത്ത കുടിച്ച് കക്കിട്ടോ ആ കുഞ്ഞാമലേഖം കൈമാറിക്കൊണ്ട് വാപ്പു പാലത്തിങ്ങൾ കുഞ്ഞാമ ആ കുട്ടിയോ ഇഞ്ചനാറല്ല പോയി ഞാൻ വലിയൊരു സംഖ്യ വെച്ച് കണ്ട് ഉണ്ടാക്കി കയറുന്നുണ്ട് സുന്ദരമായ കയറും പിന്നെ റിങ്ങുമാണെങ്കിൽ ഒക്കെ നമ്മളെ ബന്ധപ്പെട്ടു കേട്ടോ ലേഖ ഒറ്റക്കൊന്നുമില്ല റിങ് കന്നാള് റിങ് വാണെങ്കിൽ ബന്ധപ്പെടും അതേമാതിരി നല്ല വൃത്തിക്ക് ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ അടുത്ത് കേക്ക് റിങ്ങൊക്കെ തറപ്പടി അങ്ങാടിയിൽ നടത്തുന്ന റിങ്ങാണ് നമുക്ക് കിട്ടുന്നത് ലേഖ ആവശ്യമുള്ള ഈ സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.